ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അമിതഭാരം കയറ്റി വന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്നത് അറിഞ്ഞാണ് ഡ്രൈവർമാർ താക്കോൽ വാഹനത്തിലിട്ട് മുങ്ങിയത്. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ച് അങ്ങനെയും ഈ ഡ്രൈവർമാരും ലോറി ഉടമകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവരമുണ്ട്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ പതിവ് വാഹന പരിശോധനയ്ക്ക് ഇറങ്ങിയതായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. പക്ഷെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ വിവരം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചു. നടത്തറ സെന്ററിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ എത്തിയപ്പോഴേക്കും ലോറി തന്നെ ഉപേക്ഷിച്ച ഡ്രൈവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അമിതഭാരം കയറ്റി വന്ന 3 ലോറികളിലെ ഡ്രൈവർമാരാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഭയന്ന വാഹനം റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ദേശീയപാതയിൽ മണ്ണൂത്തിയിലേക്ക് പരിശോധനയ്ക്കായി മോട്ടോർ വാഹന അധികൃതർ ഇറങ്ങിയതേയുള്ളൂ. അതിനിടയിൽ ഡ്രൈവർമാർക്ക് സന്ദേശം ലഭിച്ചു. ഇതോടെ അമിതഭാരം കയറ്റി വന്ന ലോറി നടത്തറയിൽ ഉപേക്ഷിച്ചു. തൊട്ടു പിന്നാലെ വന്ന ലോറികളും ഉപേക്ഷിച്ച ഡ്രൈവർമാർ കടന്നു. പിന്നീട് ലോറികൾക്ക് പിഴ ഈടാക്കിയ ശേഷം പോലീസിന് കൈമാറുകയും ചെയ്തു. GST വകുപ്പും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും നടപടി തുടങ്ങി. ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വാഹനങ്ങളും ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിരീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ ടിപ്പറുകളുടെ എണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടിപ്പറിൻ്റെ എണ്ണത്തിനേക്കാൾ ഒരു 4 ഇരട്ടി ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരെന്തിനാണ് ഇത്രയും പേര്? ടിപ്പറിൻ്റെ കാര്യം മാത്രമാണെങ്കിൽ ഇത്രയും ആളുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ട കാര്യമല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. പോലീസ് വയർലെസ് സംവിധാനം പോലെ ഞൊടിയിടയിൽ വിവരങ്ങൾ കൈമാറുന്ന നെറ്റ്വർക്ക് സംവിധാനമാണ് തൃശൂർ ജില്ലയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. വാഹന പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, എക്സൈസ് ഇവരിൽ ആര് തന്നെ നിരത്തിലിറങ്ങിയാലും ഞൊടിയിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് എത്തും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം മരത്താക്കര ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേനും ഇവർക്ക് വണ്ടികൾ ഒതുക്കിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് മെസ്സേജ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ കാലിയായിട്ട് പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരടക്കം ഈ മെസ്സേജുകൾ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ മൂലം പൊറുതിമുട്ടിയെങ്കിലും വരും ദിവസങ്ങളിലും വാഹന പരിശോധന ശക്തമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിന്റെ വിവരങ്ങൾ വാട്സാപ്പിലൂടെ ചോർത്തി നൽകുന്നതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് കോടികളാണ്. അതിലേറെ ഗൗരവകരം മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ വിവരങ്ങളും ചോർത്തുന്നുവെന്നതാണ്. നാടിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുള്ള ചാരവൃത്തി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. നിയമലംഘകരുടെ നെറ്റ്വർക്ക് അത്ര സജീവമാണ്. പക്ഷേ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉയരുന്ന സംശയം ഈ പിഴത്തുകയേക്കാൾ വലുതാണോ ഈ ലോറി? അതിലും വിലയില്ലേ ഈ ലോറിക്കും അതിലെ ലോഡിനുമൊക്കെ എന്നുള്ളതാണ് നമുക്കിവിടെ ഉയരുന്ന സംശയം. താക്കോല് വരെ ഇട്ട് ഉപേക്ഷിച്ച് പോകുമ്പോൾ